മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനമ്മയുടെ മകൻ്റെ നിർബന്ധപ്രകാരം ജാനമ്മ വീണ്ടും ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലോട്ട് വരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയെന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അതേസമയം അവിടെ എത്തുമ്പോഴേക്കും വാതിൽ തുറന്നു കിടക്കുന്നതും കാറ് മുറ്റത്ത് കിടക്കുന്നതും എല്ലാം കണ്ടിട്ട് ജാനമ്മയാണെങ്കിൽ ആകെ അതിശയിച്ച് നിൽക്കുന്നു. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ ആവോ, ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ ജാനമ്മ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. അതേസമയം അവിടെ പേപ്പർ വായിച്ചു കൊണ്ടിരുന്ന അനന്തു ആണെങ്കിൽ ജാനമ്മയെ കാണുന്നതും ജാനമ്മ വന്നുവല്ലോ എന്നെല്ലാം പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കണ്ണൻ അങ്ങോട്ട് താഴ്ത്തു വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് പാലില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിന് പൊടി കലക്കി കൊടുക്കാനായിട്ട് പറഞ്ഞത്. അത് ഇത്രത്തോളം കൊടുക്കരുതായിരുന്നു, അതുകൊണ്ട് കുഞ്ഞിന് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, കുഞ്ഞ് ഇത്രയും നേരം അടുത്തുള്ള ഒരു ക്ലിനിക്കിലായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മിടുക്കിയായിട്ട് തന്നെ ഇരിക്കുന്നു എന്നെല്ലാം മഹി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജാനമ്മയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ജാനമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കുളിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തു വിടുന്നു. ജാനമ്മ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് കുളിപ്പിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നത് വളരെ ഭാഗ്യമായി പോയി, പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരോട് ഞാനിനി എന്ത് പറയുമെന്ന് ആലോചിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, ഇനി ലേഖയോട് പറയണം അവരൊരു പാവം സ്ത്രീയാണെന്നും അവരെ ഇനി വഴക്ക് പറയരുതെന്നെല്ലാം പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, കുഞ്ഞിനെ ഞാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നത് പോലും ലേഖയ്ക്ക് ഇഷ്ടമില്ല, പിന്നെയാണ് ജാനമ്മ ചെയ്യുന്നതുകൊണ്ട് ജാനമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതെന്നും ലേഖയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അനന്തുവേണ്ടൻ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവയ്ക്കിനി നിലമോളെ കാണാനുള്ളൊരവസരം നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ കണ്ണനും മഹിക്കും സന്തോഷമാകുന്നു. പിന്നീട് ജാനമ്മയുടെ മകൻ്റെ കാലിൽ ഒരു മൂർഖൻ പാമ്പ് കടിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജാനമ്മയുടെ മകൻ ഓടി വന്നിട്ട് ഭാര്യയോട് ഒരു തോർത്തെടുത്ത് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഭാര്യ പെട്ടെന്ന് തോർത്തെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പണിക്കാരൻ വരുന്നുണ്ട്. ഒരു മൂർഖൻ പാമ്പാണ് കടിച്ചതെന്ന് പറയുകയാണ്. തോർത്തെടുക്കാനായിട്ട് അകത്തോട്ട് പോകുന്ന മരുമകളെ ജാനമ്മ വിളിക്കുന്നുണ്ട്. അതേസമയം ജാനമ്മയുടെ കോൾ എടുക്കുമ്പോൾ മരുമകൾ പറയുന്നുണ്ട്, ഏട്ടനെ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജാനമ്മയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് ജാനമ്മ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് മഹി വരുമ്പോൾ മഹിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. എൻ്റെ മോനെ പാമ്പ് കടിച്ചു, ഞാനൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവരുടെ മകനൊന്നും സംഭവിക്കില്ല എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് മഹി. പുറത്തോട്ടിറങ്ങുന്ന ജാനമ്മ പറയുന്നുണ്ട്, വിഷം കുടിച്ച കുഞ്ഞിന് പോലും ഒന്നും സംഭവിച്ചില്ല, അതിന് പകരം എൻ്റെ മോനെയാണല്ലോ വിഷം തീണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ആകെ അസ്വസ്ഥതയായിട്ട് നടക്കുകയാണ് കരുണ. കുഞ്ഞിൻ്റെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റാത്തതിൽ വളരെ വിഷമത്തോടുകൂടി തന്നെ നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദുർഗ വരുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കരുണയുടെ നിപ്പ് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ദുർഗ കരുണയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, ഞാൻ വെറുതെ നിന്നതാണെന്നെല്ലാം പറയുന്നു. അതേസമയം മഹി ദുർഗയെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് ലേഖയുടെ വീട്ടിൽ നിന്നും വരാനായിട്ട് ഒരുങ്ങുകയാണ്. വളരെ വിഷമത്തോടുകൂടി തന്നെ ലേഖ കുഞ്ഞിനെ മഹിയെ കൈമാറുകയാണ്. അങ്ങനെ കുഞ്ഞ് പോകുന്നതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ലേഖയും അനന്തവും. ലേഖയുടെ സങ്കടം കണ്ടിട്ട് അനന്തുവിനാണെങ്കിൽ ആകെ ഭയം ഉണ്ടാകുകയാണ്. അങ്ങനെ ലേഖ പറയുന്നുണ്ട്, കുഞ്ഞ് പോയത് എനിക്ക് വളരെ സങ്കടമാകുന്നുണ്ട്, കുഞ്ഞിനെ കുറച്ച് നേരത്തേക്ക് പോലും എനിക്ക് കാണാതിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, മഹി പ്രഗ്നൻ്റായ സമയത്ത് കണ്ണൻ മഹിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് കണ്ണൻ്റെ വീട്ടുകാരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അത് ഇത്രത്തോളം അപകടമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും ലേഖ ചോദിക്കുന്നുണ്ട്, അതെന്താണ് അപകടമെന്ന് ചോദിക്കുന്ന സമയത്ത് നീ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് ഇത്രത്തോളം വിഷമിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നീ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു, കുഞ്ഞിൻ്റെ അമ്മ മഹിയാണെന്നും അതുകൊണ്ട് നീ ഒരിക്കലും അതിലൊരു അവകാശം പറയരുതെന്നും അതുകൊണ്ട് നീ ഇത്രത്തോളം വിഷമിക്കേണ്ട കാര്യമില്ലെന്നെല്ലാം ലേഖയുടെ അനന്ത് പറയുന്നത് കേട്ട് ലേഖയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. കരുണ എന്ത് കാണാൻ ആഗ്രഹിക്കാതിരുന്നോ ആ കാര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് കണ്ണനും മഹിയും കമലേശ്വരത്തോട്ട് വരുന്നത് കാണുകയാണ് കരുണ. ഈ കാഴ്ച കണ്ട് കരുണയുടെ നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. താൻ എന്താണോ കാണാൻ ആഗ്രഹിക്കാതിരുന്നത് അത് തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചതെന്നെല്ലാം ഓർത്ത് കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം അടക്കാനാവില്ല. കരുണ മനസ്സിൽ പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തു, അതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കരുണ ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നീട് മഹിയും കണ്ണനും കൂടെ അകത്തോട്ട് വരുന്ന സമയത്ത് കരുണ തന്നെയാണ് വാതിൽ തുറന്ന് അവരെ സ്വീകരിക്കുന്നത്. കരുണയെ കാണുന്നതും കണ്ണനും മഹിയും ഇങ്ങനെ
അത്ഭുതപ്പെട്ട് അരുണയെ നോക്കുന്നു. കരുണയുടെ നിപ്പും ഭാവമെല്ലാം കണ്ടിട്ട് മഹിക്കും കണ്ണനും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതേസമയം ദുർഗ വന്ന് കുഞ്ഞിനെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ താലോലിക്കുന്നു. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇവൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ട് വല്ലാത്ത ദേഷ്യപ്പെട്ട് തന്നെ ദുർഗയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കരുണ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.